പശ്ചിമേഷ്യ വീണ്ടും കനത്ത ജാഗ്രതയിലാണ്. അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ യാതൊരു പങ്കുമില്ലാത്ത അയൽ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് ഗൾഫ് മേഖലയിൽ വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുകയാണ് ഇറാൻ. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയോട് നേരിട്ട് മുട്ടാൻ കഴിയാത്തതിന്റെ നിരാശ തീർക്കാൻ താരതമ്യേന സമാധാനപരമായി പോകുന്ന കുവൈത്തിനും ബഹ്റൈനും നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി പശ്ചിമേഷ്യയിലെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അക്രമകാരിയായി ഇറാൻ മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇറാന്റെ നാവിക തുറമുഖങ്ങൾ ഉപരോധിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം തുടർച്ചയായ 4ാം ദിവസവും കനത്ത ബോംബിംഗ് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഗൾഫ് മേഖലയെ ആകെ ഭീതിയിലാഴ്ത്തിയുള്ള ഇറാന്റെ ഈ കടന്നുകയറ്റം. തങ്ങളുടെ ഓപ്പറേഷൻ നസർ 2ന്റെ ഭാഗമായി ബഹ്റൈനിലെയും കുവൈത്തിലെയും US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. കുവൈത്ത് സൈന്യം ഈ ശത്രു ലക്ഷ്യങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തുവെങ്കിലും രാജ്യത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബഹ്റൈനിലും പുലർച്ചെ അപായ സൈറണുകൾ മുഴങ്ങി. ജനങ്ങളോട് ശാന്തരായിരിക്കാനും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറാനും ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ജൂലൈ 14 രാത്രിയോടെ ഹോർമൂസ് കടലിടുക്കിനും ഇറാനിയൻ തീരപ്രദേശങ്ങൾക്കും സമീപമുള്ള ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ തങ്ങൾ നാമാവശേഷമാക്കിയതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി അവസാനത്തോടെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന ഇടക്കാല വെടിനിർത്തൽ ഇതോടെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അമേരിക്ക വീണ്ടും ഇറാനുമേൽ നാവിക ഉപരോധം കർശനമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് ഇറാൻ ഉടൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ ഇറാന്റെ പാലങ്ങളും ഊർജ്ജ നിലയങ്ങളും ചാമ്പലാക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ഒന്നും ബാക്കിയുണ്ടാകില്ല എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഭീഷണികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മേഖലയിലെ ഒരു ചട്ടമ്പിയെ പോലെ ഇറാൻ പെരുമാറുന്നത്. അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. സ്വന്തം പരാജയവും കഴിവുകേടും മറച്ചുവെക്കാനാണ് അമേരിക്ക തങ്ങളെ ആക്രമിക്കുന്നത് എന്നാണ് ഇറാന്റെ വാദം. എന്നാൽ അമേരിക്കയെ പ്രത്യാക്രമണം വഴി തളർത്താൻ കഴിയാത്ത ഇറാൻ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനം കെടുത്തുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ വൻ ശക്തിയായ അമേരിക്കയുടെയും മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെയും പോരിൽ യാതൊരു തെറ്റും ചെയ്യാതെ ബലിയാടാക്കപ്പെടുന്നത് പാവം ഗൾഫ് രാജ്യങ്ങളാണ്. അമേരിക്കൻ ഉപരോധവും ട്രംപിന്റെ ഭീഷണിയും ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുമ്പോൾ തങ്ങളുടെ മണ്ണിലേക്ക് യുദ്ധം എത്താതിരിക്കാനുള്ള കഠിനമായിട്ടുള്ള ശ്രമത്തിലാണ് അറബ് രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളം.